ശമ്പള പരിഷ്കരണം വൈകുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടനയായ KGM-CTA. അധ്യാപകരുടെ കുറവ് പരിഹരിക്കുന്നതിൽ കാലതാമസം നേരിടുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമരം ശക്തമാക്കാനുള്ള സംഘടനയുടെ തീരുമാനം. ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് അംഗീകരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാനുള്ള നീക്കമാണ് KGM-CTA നടത്തുന്നത്. ഒക്ടോബർ 6-ന് എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും പ്രിൻസിപ്പൽ ഓഫീസിൽ ധർണ നടത്തുമെന്ന് KGM-CTA പ്രസിഡന്റ് ഡോക്ടർ ഷിബു ആർ ജനം ടിവിയോട് പറഞ്ഞു. അധ്യാപകരുടെ കുറവ്, ശമ്പളത്തിലെ അപാകതകൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് അധ്യാപകർ നടത്തുന്ന പരസ്യ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനൊരുങ്ങുകയാണ് KGM-CTA. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ധർണ സംഘടിപ്പിക്കുകയും തിരുവനന്തപുരത്ത് DME ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു. കൂടാതെ മറ്റിടങ്ങളിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. 2016 മുതൽ 2020 വരെയുള്ള ശമ്പള കുടിശ്ശിക എത്രയും പെട്ടെന്ന് തന്നെ തന്നു തീർക്കണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അന്ധത ബാധിച്ച സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്നതിനായി മെഴുകുതിരി കത്തിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം എല്ലാ മെഡിക്കൽ കോളേജുകളിലും പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. ഈ മാസം 6-ാം തീയതി എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും പ്രിൻസിപ്പൽ ഓഫീസിൽ ധർണ നടത്തുമെന്ന് KGM-CTA പ്രസിഡന്റ് ഡോക്ടർ ഷിബു പറഞ്ഞു. 6-ാം തീയതി ഉച്ചയ്ക്ക് എല്ലാ മെഡിക്കൽ കോളേജിലെയും പ്രിൻസിപ്പൽ ഓഫീസിൽ ധർണ നടത്തുന്നതായിരിക്കും. ഇതുകൊണ്ടൊന്നും പരിഹാരമാകാതെ വന്നാൽ നമ്മൾ തീവ്രമായ സമരമുറകളിലേക്ക് നീങ്ങാൻ നിർബന്ധിതരാകും. അതായത് അനിശ്ചിതകാലത്തേക്ക് മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും PG വിദ്യാർത്ഥികളുടെയും അധ്യാപനം മുടക്കിയും അതുപോലെ രോഗീ പരിചരണത്തെ ബാധിക്കുന്ന രീതിയിൽ OP ബഹിഷ്കരിച്ചും നമ്മൾ സമരം നടത്താൻ നിർബന്ധിതരാകും. അതിലേക്ക് നമ്മളെ തള്ളിവിടരുതെന്നാണ് അധികാരികളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് മെഡിക്കൽ PG വിദ്യാർത്ഥികളുടെ അധ്യയനം മുടക്കിയും രോഗി പരിചരണത്തെ ബാധിക്കുന്ന രീതിയിൽ OP ബഹിഷ്കരിച്ചുകൊണ്ടും സമരം നടത്താൻ നിർബന്ധിതരാകുമെന്നും KGM-CTA അറിയിച്ചു. ജനം, തിരുവനന്തപുരം.